Hello, welcome to another episode video of Ammus Creations. നമ്മളുടെ ഹാൻഡ് എംബ്രോയിഡറിയിൽ എപ്പോഴും വരുന്നൊരു ഡിസൈനാണ് പൂക്കളും ഇലകളൊക്കെ. അപ്പോൾ ഈ പൂക്കൾ എത്ര പെട്ടെന്ന് എങ്ങനെ തയ്ച്ച് തീർക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആ പൂക്കൾ തയ്ക്കാനുള്ള കുറേ ടിപ്സ് കാണിക്കാൻ പോകുന്നത്, ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് കാണിക്കും. അപ്പോൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണണം, എന്നാലാണ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ടിപ്സും ട്രിക്സും നിങ്ങൾ മിസ്സാവാണ്ടിരിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അത് നല്ലതോ ചീത്തയോ എന്തായാലും സജഷൻ ബോക്സിൽ എഴുതി അറിയിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പൂക്കൾ തയ്ക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു പെൻ എടുക്കുക, പെന്നോ പെൻസിലോ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് സൂചി സൈഡിൽ കൂടെ എടുത്ത് മറ്റേ സൈഡിൽ താത്തുക. ഇതിൻ്റെ അകത്ത് ആങ്കറിൻ്റെ 6 strands ആണ് യൂസ് ചെയ്തേക്കുന്നത്. 6 strands തന്നെ യൂസ് ചെയ്യണം, വേറെ 2 or 3 എടുത്താൽ പൂ കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ 6 strands ഉപയോഗിച്ച് തയ്ക്കുക. എന്നിട്ട് ഇതുപോലെ പെന്നിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ ഒരു 6 times or 7 times ഒരാൾക്കാരുടെ ഇഷ്ടം പോലെ തയ്ക്കുക. ഓരോ പൂവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് തയ്ക്കുക. ഇവിടെ ഞാൻ 5 വട്ടമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പെൻ ഊരിയെടുത്തിട്ട് അതിൻ്റെ താഴെ സൂചി കുത്തി പൊക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ലൂപ്സിൻ്റെ അടിയിൽ കൂടെ സൂചി എടുത്തിട്ട് മേളിൽ കൂടെ അങ്ങനെ ഇതുപോലെ വലിച്ച് താത്തിയിട്ട് താഴത്തോട്ട് കുത്തുക. അപ്പോൾ അതൊരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ ത്രെഡും കൊണ്ട് അതിനൊരു സ്റ്റെമ്മും കൂടെ തയ്ക്കാം. ഇതും ഗ്രീൻ കളർ ത്രെഡും ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ്. 6 strands ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് സ്റ്റെം തയ്ക്കുന്നത്. എന്നിട്ട് ലീഫ് ലേസി ഡേസി. ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ലേസി ഡേസിയുടെയൊക്കെ ആർക്കെങ്കിലും അറിയില്ലാത്തത് ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി തയ്ക്കുക. പൂവിൻ്റെ നടുക്ക് ഞാൻ ലോങ് ഫ്രഞ്ച് നോട്ടാണ് യെല്ലോ കളർ 6 strands യൂസ് ചെയ്ത് തന്നെ തയ്ക്കുക. അപ്പോൾ അതൊരു എടുപ്പുണ്ടാകും പൂവിന്. ഏത് ഇഷ്ടമുള്ള ഫ്രഞ്ച് നോട്ട്, ലോങ് ഫ്രഞ്ച് നോട്ട് വേണമെന്നില്ല, ഏതെങ്കിലും തയ്ച്ചാലും മതി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലവർ കാണാം. അതിന് ഞാൻ തയ്ക്കാനായിട്ട് 4 ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. ആ ലൈൻസ് ആദ്യം ഇവിടെ അതിൻ്റെ താഴെ പൊക്കിയെടുക്കുക. എന്നിട്ട് 2 മേളിൽ താത്തുക. എന്നിട്ട് അത് ആ സെയിം ആദ്യം തയ്ച്ചെടുത്ത് തന്നെ ഒന്നോടെ ഒന്ന് കുത്തി പൊക്കിയിട്ട് ആ സെയിം പൊസിഷനിൽ തന്നെ താത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ കുത്തിയെടുത്തിട്ട് ഈ 2 ലൈനും സ്പ്ലിറ്റ് ആക്കുക. ഒരു ലൈനിൻ്റെ ഇടയിൽ കൂടെ, ഒരു ത്രെഡിൻ്റെ ഇടയിൽ കൂടെ മാത്രം എടുത്തിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ബട്ടൺ ഹോൾ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുക. അത് തയ്ച്ച് അങ്ങനെ ആ ലൈൻ ഫുള്ളും ഫില്ല് ചെയ്യുക. ഇവിടെ ഞാൻ ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. 6 strands ആണ്, മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിപ്പം ഒരു സൈഡിലത്തെ ആ ഒരു ത്രെഡ് തയ്ച്ചു കഴിഞ്ഞു. ഇനി മറ്റേ ത്രെഡിലോട്ട് പോവുക. എവിടെയും കുത്തി താത്തൊന്നും വേണ്ട, നേരെ ആ മറ്റേ ത്രെഡിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ബട്ടൺ ഹോൾ കണ്ടിന്യൂ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ച് തീർക്കാം. കാണാനൊരു നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലവറും പെറ്റലായിട്ട് കിട്ടും നമുക്ക് തയ്ച്ചു കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മൾ ആ ഒരു പെറ്റൽ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ട് നടുക്കൊരു ഹോള് പോലെ വരും. അവിടെ വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ടോ എന്തെങ്കിലും ബീറ്റ് വയ്ക്കുകയോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ 2 സൈഡും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ഉടക്കി വെക്കാനായിട്ട് ഒന്ന് കുത്തി താത്തുന്നുണ്ട് 2 സൈഡിലും. അതില്ലാന്ന് വെച്ചാൽ അതിങ്ങനെ പൊങ്ങിയിരിക്കും 2 സൈഡ്, അത്രയേ ഉള്ളൂ. അത് അങ്ങനെ ഇരുന്നാലും നല്ല ഭംഗി തന്നെയാണ്. അടുത്തത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു സൂചി എടുത്തിട്ട് ഇങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണ് പൂവ് തയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ താഴത്തു നിന്ന് എടുത്തിട്ട് ഈ സൂചിയുടെ അടിയിൽ കൂടെ പാസ് ചെയ്ത് എടുക്കുക. സൂചിയുടെ അടിയിൽ കൂടെ പാസ് ചെയ്ത് ഇങ്ങനെ കുത്തി താത്തുക. അങ്ങനെ എന്തോരം തിക്കില ഫ്ലവർ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വട്ടം അതുവരെ സൂചിയുടെ അടിയിൽ കൂടെ താത്തി ഇങ്ങനെ വെക്കുക.
അപ്പം നമ്മൾ 4 വട്ടം ഇവിടെ സൂചിയുടെ അടിയിൽ കൂടെ കുത്തിത്താത്തി എടുത്തിട്ടുണ്ട്. ഇവിടെ ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, 6 സ്ട്രാൻഡ്സ് തന്നെയാണ്. അപ്പം നമ്മൾ പൂവിൻ്റെ അടിയിലുള്ള ഇതാണ് തയ്ക്കുന്നത്. അത് ഗ്രീൻ കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സ് തന്നെ എടുത്തിട്ട് വെറുതെ അങ്ങോട്ട് സാറ്റിൻ തയ്ക്കുന്ന മാതിരി തയ്ച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ സ്റ്റെം സ്റ്റിച്ചും ലീഫ് ലേസി ഡേസിയുമാണ് തയ്ച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സൂചി ഊരിയെടുത്തിട്ട് ഒരു സിസേഴ്സ് വെച്ചിട്ട് മേലിൽ കട്ട് ചെയ്യുക. കുഞ്ഞു പൂവായതുകൊണ്ട് കുഞ്ഞു സിസേഴ്സും വേണം, വലിയ സിസേഴ്സ് വെച്ച് കയറത്തുണ്ടാവില്ല അതിൻ്റെ ഇടയിൽ. എന്നിട്ട് ഇത് ഈ ഓരോ 6 സ്ട്രാൻഡ്സ് ആയതുകൊണ്ട് ഇരിക്കുന്ന കാരണം സൂചിയോ ചീപ്പോ വെച്ചിട്ട് അത് വിടിയിച്ചെടുക്കുക. അതിനിങ്ങനെ സൂചി വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അപ്പോൾ വിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ല ഭംഗിയിലൊരു പൂ വരും. ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും നമുക്ക് എളുപ്പത്തിൽ. പിള്ളേരുടെ ഉടുപ്പിലൊക്കെ തയ്ച്ച് നല്ല ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് 4ാമത്തെ ട്രിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് പൂ തയ്ക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സൂചി അല്ലെങ്കിൽ പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളിങ്ങനെ കുത്തി വയ്ക്കുക. അതിന് എന്തോരം ഏതലിൻ്റെ സൈസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് സൂചി എടുത്ത് കുത്തി വയ്ക്കുക. എന്നിട്ട് സൂചിയുടെ അടുത്ത് തന്നെ നമ്മൾ മറ്റൊരു സൂചിയിൽ ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇതും 6 സ്ട്രാൻഡ്സ് തന്നെയുണ്ട്. ഇപ്പം എത്ര വലിയ പൂവാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചുറ്റിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഞാനിവിടെ 4 വട്ടമാണ് ചുറ്റിയേക്കുന്നത്. ചുറ്റിക്കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കുത്തി താത്തുവാണ്. ഇവിടെ സൂചിയുടെ ഉള്ളിൽ നിന്ന് നമുക്കൊന്ന് സൂചി ഊരുമ്പോൾ ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തിയെടുക്കണം. നടുക്ക് ഭാഗത്ത് കുത്തിപ്പൊക്കിയിട്ട് ഒന്ന് ഉടക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സൂചി ഊരുമ്പോൾ ചിലപ്പം ആ ലൂപ്പ് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് 2 വട്ടം ഒന്ന് ഉടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് സൂചി ഊരാം. ഈ പൂവ് നമുക്ക് ഇങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം, ഈ സൈഡ് പൊങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് കുത്തിത്താത്താം. ഞാനിപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് കുത്തിത്താത്തുന്നുണ്ട്. ഇനി ഉള്ളിൽ നമുക്ക് ബീഡ് വെക്കണമെങ്കിൽ ബീഡ് വെക്കാം. ഞാൻ ഫ്രഞ്ച് നോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് ഇട്ടിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് സ്റ്റെം തയ്ക്കാം. സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ 4 ഫ്ലവേഴ്സിനും സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. വേറെ ചെയിൻ സ്റ്റിച്ചോ വേറെ പോർച്ചുഗീസ് നോട്ടഡ് സ്റ്റെം സ്റ്റിച്ചോ അങ്ങനെ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ലീഫ് ലേസി ഡേസി തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടെ ലേസി 2 വട്ടം ചെയ്യുന്നുണ്ട്, ആ ലീഫ് ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ഈസി ട്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ 4 പൂക്കൾ പെട്ടെന്ന് തന്നെ തയ്ച്ചു തീർത്തു. നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്യുക. ഫ്ലവേഴ്സ് എളുപ്പത്തിൽ തയ്ക്കാനുള്ള ട്രിക്സ് എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.